എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഹൈ റേഞ്ചിലാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നു. കുട്ടിക്കാനത്ത് നിന്നുകൊണ്ടാണ് നിങ്ങളോട് ഈ എപ്പിസോഡിൻ്റെ ആരംഭത്തിൽ ഞാൻ സ്പീച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ പള്ളിക്കുന്ന്, ഇനി നമ്മൾ അങ്ങോട്ട് പള്ളിക്കുന്ന് ചർച്ചിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണ്. ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന പള്ളിക്കുന്ന് ചർച്ച്, CSI ചർച്ചാണ്. ആ ചർച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്നാം ലോകമഹായുദ്ധകാലത്തും രണ്ടാം ലോകമഹായുദ്ധകാലത്തും കുറേ വിദേശരെ അവിടെ സംസ്കരിച്ചിട്ടുണ്ട്. ഒരു കുതിരയുടെ ശവശരീരവും ഈ പള്ളിക്കകത്ത് അടക്കം ചെയ്തിട്ടുണ്ട്. ആ പള്ളിയിലോട്ടാണ് ഇനി നമ്മൾ പോകുന്നത്. ആ വിശേഷങ്ങൾ ഇനിയും നമുക്ക് അവിടെ ചെന്നിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പം പള്ളിക്കുന്ന് ചർച്ചിലേക്ക് നമ്മൾ പോകുന്നു. വളരെ സുന്ദരമായ അന്തരീക്ഷമാണ്. അപ്പോൾ തന്നെ ഇവിടുത്തെ ടീ പ്ലാന്റേഷനൊക്കെ, ടൈഫോയിഡ് ടീ, അപ്പോൾ പ്ലാന്റേഷനൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണിത് മെയിൻറ്റെയിൻ ചെയ്ത് വച്ചിരിക്കുന്നത്. അങ്ങ് അകലെ ഒരുപാട് കെട്ടിടങ്ങൾ കാണാൻ കഴിയും. വളരെ നല്ല വ്യൂ ആണ്. ധാരാളം പേര് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പള്ളിക്കുന്ന് ചർച്ചിൻ്റെ അടുത്ത് ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. നമ്മളിപ്പോൾ കുട്ടിക്കാനത്തുള്ള പള്ളിക്കുന്ന് CSI ചർച്ചിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ പള്ളിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ചുറ്റോട്ടമൊക്കെ നമ്മളൊന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ പള്ളിയിൽ ഒരു കുതിരയുടെ ശവശരീരവും അടക്കം ചെയ്തിട്ടുണ്ട് എന്നത് ഈ പള്ളിയുടെ ഒരു പ്രത്യേകതയാണ്. JD മൺട്രോയുടെ ഡൗണി എന്ന വെള്ളക്കുതിരയാണ് ഇവിടെ അടക്കം ചെയ്തിരിക്കുന്നത്. മൂന്നാറിലെ തേയില നടുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ജോൺ മൺട്രോ ഉൾപ്പെടെ 34 വിദേശികളുടെ ശവകുടീരങ്ങളും ഇവിടെയുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി അകത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് ഒന്ന് പോകാം. അപ്പോൾ ഇതിൻ്റെ അകത്തെ കാഴ്ചകളാണിപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 160 വർഷം പഴക്കമുണ്ട് ഇതിന്. 160 വർഷം പഴക്കം ഈ പള്ളിക്ക് പരിസരത്തുമുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ കല്ലറകൾ കാണാൻ കഴിയും. വർഷങ്ങൾക്ക് മുന്നമേ പലരുടെയും മൃതശരീരങ്ങൾ അടക്കം ചെയ്തിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പള്ളിയുടെ സമീപത്തേക്ക് നമുക്കൊന്ന് വരാം.
ഇപ്പോഴത്തെ ഈ മരങ്ങളും ഒത്തിരി വർഷം പഴക്കമുള്ള പൈൻ മരങ്ങളും, അപ്പോൾ അതൊക്കെ വളരെ വർഷം പഴക്കമുണ്ട്. അപ്പോൾ ഉണ്ട് നിങ്ങളുടെ കല്ലറയൊക്കെ ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള കല്ലറകൾ, ചരിത്രം ഉറങ്ങുന്ന, ഞാൻ ആരംഭത്തിൽ പറഞ്ഞ പോലെ ആ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നടന്നിട്ടുള്ളത്. ഞങ്ങളെ ഈ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്, ചേട്ടൻ്റെ പേരെന്തുമായിരുന്നു? എൻ്റെ പേര് ഗോപി. ഗോപി, ഓക്കെ. അപ്പോൾ വർഷങ്ങളായിട്ട് ഇവിടെ കുട്ടിക്കാനത്താണോ? ശരി. എവിടുന്ന് നമ്മൾ മൂന്നാർ ഭാഗത്തു നിന്ന് വല്ലതും വന്നാണോ അതോ? അല്ല, ഞങ്ങൾ തിരുനെൽവേലി, തമിഴ്നാട്. തമിഴ്നാട് തിരുനെൽവേലിയിൽ നിന്നാണ് വന്ന് ഇവിടെ താമസിക്കുന്നത്. അവർ വന്നിട്ട് 10-60 വർഷത്തിന് മേളിലായി. സാഹിബ് കാലം തൊട്ട് അവർ ഇവിടെ. ഓക്കെ ഓക്കെ ഓക്കെ. ഞങ്ങൾ പഠിച്ചു വളർന്നൊക്കെ ഇവിടെ, ഞങ്ങളുടെ മക്കളും ഇവിടെ പഠിച്ചു വളർന്നേക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. കാണുന്ന കല്ലറയൊക്കെ സായിപ്പുമാരുടെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നാം ലോക മഹായുദ്ധകാലത്തും രണ്ടാം ലോക മഹായുദ്ധകാലത്തൊക്കെ ഉള്ള പോർച്ചുഗീസുകാരല്ലേ, പോർച്ചുഗീസുകാരുടെ അവരെ ഇവിടെ അടക്കം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും കല്ലറകൾ ഇവിടെയുണ്ട്. ഈ ദേശത്ത് വരുന്നവർ നിശ്ചയമായിട്ട് ഇവിടെയൊക്കെ വന്ന് കാണുന്നത് നന്നായിരിക്കും. കുട്ടിക്കാനത്ത് വരുന്നവരൊക്കെ ഈ കല്ലറ 1843 13-ാം തീയതി ഉള്ളതാണ്. 1847 സംസ്കരിച്ചേക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് ഞാനൊന്ന് പ്രവേശിക്കാം. പുറത്തെ കാഴ്ചകളൊക്കെ നിങ്ങളൊന്ന് കാണുക. ോട്ട് നമ്മളൊന്ന് പ്രവേശിക്കാൻ പോവാണ്. ഓരോരുത്തരുടെയും 1906, 1919 അങ്ങനെ ഇവിടെ എല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 1917 ഇവിടെ കാണാൻ കഴിയും. 1917, 1882 മാർച്ച് മാസം 20-ാം തീയതി. അപ്പോൾ ഇവിടെ പേരുകളെല്ലാം എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കി എത്ര വർഷത്തെ പഴക്കമുണ്ടെന്ന് നോക്ക്. ആയിരത്തി 1954. ഇനി അങ്ങോട്ട് ഉണ്ട്, കുറേ ഇതുണ്ട്. അപ്പോൾ അതിനകത്തെ കാഴ്ചകളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കുതിരയെ അടക്കം ചെയ്ത സ്ഥലത്തോട്ട് നമ്മളിപ്പോൾ നടന്നു കയറുവാണ്. അപ്പോൾ അത് നമുക്കൊന്ന് കണ്ടു കളയാം. അതാണ് ഈ പള്ളിയുടെ ഒരു പ്രത്യേകതയെന്ന് പറയുന്നത്. മൺറോയ് അദ്ദേഹത്തിൻ്റെ കുതിര ഒരുമിച്ച് അടക്കം ചെയ്തേക്കുന്നല്ലേ? ഓക്കെ. അപ്പോൾ എത്രയോ വർഷം പഴക്കമുള്ള ഇതും. ഇതാണ് മൺട്രോയുടെ 1895 ജോൺ ഡാനിയൽ മൺട്രോ. ഇത് എത്ര വർഷത്തെ പഴക്കമുണ്ടെന്ന് നോക്കിക്കാട്ടെ. അടക്കം ചെയ്തേക്കുന്നത് ഇവിടെ എല്ലാം എഴുതി വച്ചിട്ടുണ്ട്. നോക്ക് എത്ര വർഷം പഴക്കമുള്ളതെന്ന് നോക്കിക്കാട്ടെ. വളരെ ശാന്തസുന്ദരമായൊരു സ്ഥലം. പള്ളിക്കുന്ന് ബോർഡുണ്ട് ഇവിടെ. ഈ മരത്തിനൊക്കെ എത്ര വർഷം പഴക്കം കാണും? 100. ഈ സൂം ചെയ്ത് കാണിക്കുന്ന ഇതിന് 150 വർഷം പഴക്കമുള്ള പൈൻ മരമാണ്. സൈപ്രസ്. സോറി. അപ്പോൾ 150 വർഷം പഴക്കമുള്ള സൈപ്രസ്. അപ്പോൾ ഈ സൈപ്രസ് എന്ന് പറഞ്ഞ രാജ്യത്തു നിന്ന് കൊണ്ടുവച്ചതായിരിക്കണമല്ലോ. അതെ, കുറച്ച് യൂറോപ്യൻസ് ഇതിന്റെ വെറൈറ്റി തൈകളൊന്നും കിട്ടാറില്ല. അത് ശരി. കഴിഞ്ഞ ഈ കോട്ടയത്തിൽ നിന്ന് വരെ ബൊട്ടാണിക്കൽ ടീം റിസർച്ച് ചെയ്തിട്ട് പറഞ്ഞു ഇതിന്റെ തൈകളായിട്ട് കിട്ടുവാണെങ്കിൽ ഇതിന്റെ താഴെ വന്നാലേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ താഴെ വരും, പക്ഷെ നമുക്ക് വളർത്തി ഭയങ്കര. സൈപ്രസ് മരത്തിന് തൈകളില്ലല്ലേ? തൈകൾ ഇതിന്റെ താഴെ തന്നെ വരും, പക്ഷെ നമുക്ക് വളർത്തി. അപ്പൊ ഇപ്പൊ കഴിഞ്ഞ ദിവസം ബൊട്ടാനിക്കൽ ഗാർഡനിൽ നിന്ന് ഒരു ടീം വന്നിരുന്നു. അവര് നോക്കി പറഞ്ഞു ഇതിന്റെ
തൈ ഇപ്പോൾ എവിടെയും കിട്ടാറില്ല. നമ്മുടെ ഹൈ റേഞ്ച് അല്ലെങ്കിൽ കേരളത്തിൽ കിട്ടാറില്ല. കേരളത്തിൽ തന്നെ ഇതിൻ്റെ തൈകൾ കിട്ടാറില്ല എന്നാണ് ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് വന്ന സയൻറ്റിസ്റ്റുമാർ പറഞ്ഞിരിക്കുന്നത്. നോക്കി എത്രയോ വർഷം പഴക്കമുള്ള മരം. അപ്പോൾ ഈ ദേശത്ത് വരുന്നവർ ഇവിടെയൊക്കെ കയറി കാണാനായിട്ടൊന്ന് ശ്രമിക്കുക. ഇത് മിസ് ചെയ്യരുത്. ഇത്രയും ചരിത്രം ഉറങ്ങുന്നൊരു പ്ലേസാണ്. മറുഭാഗത്ത് നല്ല വിശാലമായ റോഡും തേയിലയൊക്കെ പ്ലാന്റ് ചെയ്തേക്കുന്നതാണ്. നല്ല കാം ആൻഡ് ക്വയറ്റായിട്ടുള്ളൊരു ഏരിയ. അപ്പോൾ ഈ സ്ഥലത്ത് കൂടെ പോയപ്പോൾ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്തു. ഈ പള്ളി യൂറോപ്യൻ സ്ട്രക്ചറിൽ നിർമ്മിച്ചേക്കുന്നത് അല്ലേ? ഏതാ? ഓ, ഗോത്തിക് ആർട്ടിക്സ്. ഇത് 1869 സ്ഥാപിക്കുന്നത്. ഹെൻറി ബേക്കർ മിഷണറി സ്ഥാപിക്കുന്ന 156 വർഷം പഴക്കം വരുന്ന പള്ളിയാണ്. അപ്പോൾ CSIയുടെ താഴെയായിട്ട് വരുന്ന ഒരു ആംഗ്ലിക്കൻ ചർച്ചാണ്. നമ്മുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അന്ന് ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് ഈ ചർച്ച സ്ഥാപിച്ചത് അതുപോലെ തന്നെ നമ്മൾ നിലനിർത്തിയേക്കുന്നതാണ്. നമ്മളിപ്പോൾ കാണുന്ന ഓടുകളൊക്കെ 1860 ആലപ്പുഴയിൽ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത ഓടുകളാണ്. 90% ഓടുകളും അന്ന് ബ്രിട്ടീഷുകാരിട്ട ഓടുകളാണ്. അന്ന് ബ്രിട്ടീഷുകാരിട്ടിട്ട് പോയ ഓടുകളാണ്. നമ്മൾ പൊട്ടിയ ചില ഒരു 10% ഓടുകൾ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ നമ്മൾ വേറെ ഓടുകൾ പുതിയതൊന്നും ഇട്ടിട്ടില്ല. ശരി. നമ്മൾ പള്ളിക്കകത്താണെങ്കിൽ ഫർണിച്ചേഴ്സൊക്കെ ബ്രിട്ടീഷുകാർ അന്ന് ഉപയോഗിച്ച ഫർണിച്ചറുകളാണ് കിടക്കുന്നില്ലേ? ഭാഗത്തോട്ടൊന്ന് കയറി കാണാമല്ലേ? അകത്തെ വിശേഷങ്ങൾ നമ്മൾ കാണാൻ പോവുകയാണ്. അപ്പോൾ അത്രയും വർഷത്തെ പാരമ്പര്യം ഈ പള്ളിക്കുണ്ട്. നമ്മളിനി അകത്തെ കാഴ്ചകളിലോട്ട് നമുക്കൊന്ന് പ്രവേശിക്കാം. നമുക്ക് ഉള്ളിലേക്കൊന്ന് പ്രവേശിക്കാം. അപ്പോൾ ചപ്പലൊക്കെ ഇവിടുന്ന് ഊരി വെക്കണം. കയറി വരുമ്പോൾ തന്നെ ഹെൻറി ബേക്കറുടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഓരോ വർഷവും അവരുടെയൊക്കെ പേരുകളൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഫർണിച്ചറൊക്കെ ബ്രിട്ടീഷുകാർ തന്നെ പിന്നീട് പണിഞ്ഞാണ്. ഓക്കെ, അകത്തെ മുഴുവനും ഈ ബ്രിട്ടീഷുകാരുടെ ഫർണിച്ചറാണോ? ഓക്കെ. അപ്പോൾ നോക്ക്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള ഇതെന്ത് തടിയായിരിക്കും? തേക്കാണ്. ഓക്കെ, തേക്കിൽ തീർത്തിരിക്കുകയാണ്. ഇത്ര വർഷം കഴിഞ്ഞിട്ട് ഭയങ്കര കട്ടിയായിട്ട് കാതലായിട്ടല്ലേ? കാതലുള്ള ഒരു ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ പണികളാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പ് നോക്ക്. ടോപ്പിലെയും ഈ പറഞ്ഞ പോലെ എല്ലാ സംവിധാനങ്ങളും അന്നത്തെ പണികളും ആ തടിയുടെയൊക്കെ പെർഫെക്ഷൻ കണ്ടില്ലേ? നമ്മുടെ മലയാളത്തിലെയൊക്കെ ബോധിപ്പിക്കുന്ന പഴയ ഭാഷകളൊക്കെ ആയിട്ടുള്ള ബന്ധം, റിലേഷൻ ഉണ്ട്. അപ്പോൾ അത്രയും വർഷത്തെ ചരിത്രങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. സൈഡിലൊക്കെ പ്രിന്റ് ചെയ്ത് വെച്ചേക്കുന്നത് എന്താണ്? ഇത് ആക്ച്വലി ബ്രിട്ടീഷുകാർ അവരുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് മരിക്കുമ്പോൾ അവരുടെ ഓർമ്മയ്ക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഹെൻറിറ്റ മൻറോ എന്ന് പറഞ്ഞ ഈ ടാബ്ലറ്റ് ഈ പള്ളി സ്ഥാപിച്ച ഹെൻറി ബേക്കറുടെ ഇളയ മോളുടെ ടാബ്ലറ്റാണ്. ഈ ഇളയ മോളെ തന്നെ നമ്മൾ മുമ്പ് കണ്ട ജോൺ ഡാനിയൽ മൻറോ വിവാഹം കഴിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഹെൻറിറ്റ മൻറോ എന്ന് വരും, ഹെൻറിറ്റ ബേക്കർ എന്നാണ്. ഈ ടാബ്ലറ്റ് നമ്മൾ കാണുവാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ബ്രിട്ടീഷുകാരുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് വേൾഡ് വാറിൽ അവിടെ വെച്ച് മരിക്കുമ്പോൾ ഇവർക്ക് ഫ്യൂണറിൽ പങ്കെടുക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ അവരുടെ ഓർമ്മയ്ക്കായിട്ട് ഇവിടെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ആക്ച്വലി ഫസ്റ്റ് വേൾഡ് വാറിൽ മരിക്കുന്നവരുടെ പേരാണ്. ഫസ്റ്റ് വേൾഡ് വാറിൽ മരിച്ചവരുടെ ഫസ്റ്റ് വേൾഡ് വാറിൽ ഫ്രാൻസിൽ വെച്ച് മരിച്ചവരുടെ പേരുകളാണ്. അപ്പോൾ ഇവർക്ക് എനിക്ക്
ഇവരുടെ റിലേറ്റീവ്സായി ഇവിടെ ഇരിക്കുന്നവർക്ക് ഇവരുടെ ഫ്യൂണറലിൽ പങ്കെടുക്കാൻ സാധിക്കത്തില്ല. അവരുടെ ഓർമ്മയ്ക്കായിട്ട് ഇവിടെ അവർ ഡെഡിക്കേറ്റ് ചെയ്യും. ഓ ശരി ശരി. അന്ന് അവരുടെ റിലേറ്റീവ്സൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ഓക്കെ. അവരുടെ അവിടെ പങ്കെടുക്കാൻ പറ്റാതെ ഇരുന്നപ്പോൾ ഇവിടെ അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് സ്ഥാപിച്ചേക്കുവാണ്. ഓക്കെ. ടോപ്പിലൊക്കെ തടി കൊണ്ട് പണിഞ്ഞേക്കുന്നത് കണ്ടില്ലേ? ഭയങ്കര നല്ല പണികളാണ്, അത്ഭുതമായിരിക്കുന്നു. മെമ്പേഴ്സ് ഇരിക്കാനുള്ളത് അല്ലേ? ഈ മധുവയ്ക്കകത്ത് കാണുന്ന ടേബിൾ കമ്മ്യൂണിയൻ ടേബിൾ എന്ന് പറയും. അതായത് നമ്മൾ ഈ ലാസ്റ്റ് സപ്പർ റീക്രിയേറ്റ് ചെയ്യുന്ന ടേബിളാണ് നമ്മൾ. അപ്പോൾ അതിൽ ഇത് പണ്ടൊരു CMS ചർച്ചായിരുന്നു ആ സമയം പണിത ഫർണിച്ചേഴ്സ് ആയതൊക്കെ. കാരണം നമ്മൾ അതിൽ ഒരു ലെറ്റേഴ്സ് അവർ എഴുതിയിരിക്കുന്നത് കാണാൻ പറ്റും, ഇൻ റിമെമ്പറൻസ് എന്ന് പറഞ്ഞിട്ട്. ഓ ശരി 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 ശരി. പിന്നെ ഒരു ആംഗ്ലിക്കൻ ചർച്ച, അതിൻ്റെ CSIയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇതിൽ കർത്താവിൻ്റെ ഫോട്ടോ ഒന്നും നമ്മൾ കാണാം. അതുപോലെ തന്നെ നമ്മൾ ഈ കർത്താവ് ക്രൂശിൽ ധരിച്ചായിട്ടുള്ള രൂപങ്ങളും നമ്മൾ കാണാം. പ്ലെയിൻ ക്രോസ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഓക്കെ. നമ്മുടെ ഒരു വിശ്വാസം അല്ലെങ്കിൽ ബൈബിൾ റെഫറൻസ് അനുസരിച്ച് നമുക്ക് കർത്താവ് ക്രൂശിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ നമ്മൾ തിരിച്ച് ക്രൂശിൽ ധരിച്ചായിട്ടുള്ള രൂപങ്ങൾ വർഷിപ്പ് ചെയ്യുന്നത് ശരിയായിട്ടില്ല രൂപമല്ല. അതുകൊണ്ടാണ് നമ്മൾ കർത്താവ് ക്രൂശിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിന് ശേഷമുള്ള പ്ലെയിൻ ക്രോസിന് നമ്മൾ വർഷിപ്പ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ബൈബിളിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മുടെ CSIയുടെ ഓരോ സ്റ്റെപ്സിന് പുറകിലും നമുക്ക് ബൈബിൾ റെഫറൻസ് ആണ് ഇരിക്കുന്നത്. സ്നാനത്തൊട്ടിയും ഒക്കെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ നിങ്ങളിലേക്ക് എത്തുവാൻ ഇപ്പോൾ തന്നെ എലോഹിം ഗ്ലോബൽ മിനിസ്ട്രി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അനേകരിലേക്ക് ഷെയർ ചെയ്യുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും.